PSC ആസൂത്രണ ബോർഡിലെ പരീക്ഷാ തട്ടിപ്പിൽ ഉത്തരക്കടലാസും ഉത്തരസൂചികയും നേരിട്ട് കൈമാറാനാകില്ല എന്ന് PSC. അന്വേഷണ സംഘത്തിന് PSC ആസ്ഥാനത്തെത്തി നേരിട്ട് പരിശോധിക്കാമെന്ന് നിർദ്ദേശം. പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ട മറ്റു വിവരങ്ങൾ കൈമാറി. അനുരു അശോകൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. അനുരു, എന്താണ് വിശദാംശങ്ങൾ? സനീഷ്, ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ന്യൂസ് മലയാളമാണ് ഈ ഒരു ക്രമക്കേട് പൊതുജനത്തെ അറിയിച്ചത്. തുടർന്നാണ് സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണവും PSC തന്നെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചത്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് തുടക്കം മുതൽ തന്നെ PSC അത്രത്തോളം സഹകരിക്കുന്ന നിലപാടല്ല സ്വീകരിച്ചത്. കാരണം ഈ ആസൂത്രണ ബോർഡിലെ 3 ചീഫ് തസ്തികകളിലേക്ക്, അതായത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ, ചീഫ് പ്ലാനിംഗ് കോർഡിനേഷൻ, ചീഫ് പേഴ്സ്പെക്റ്റീവ് പ്ലാനിംഗ്, ഈ 3 ഉത്തരക്കടലാസുകളിൽ ഈ 3 പരീക്ഷകളിലും 228 ഉദ്യോഗാർത്ഥികളുടെ 58 മാർക്കുകളാണ് PSC മൂല്യനിർണ്ണയം നടത്താതെ പോയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉത്തരക്കടലാസുകളും മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങളും ഒക്കെ ക്രൈംബ്രാഞ്ച് PSCയോട് ആവശ്യപ്പെട്ടെങ്കിലും ഈ മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ വിവരങ്ങൾ നൽകാനാകില്ല എന്നുള്ള നിലപാടാണ് PSC സ്വീകരിച്ചത്. അത് രഹസ്യാത്മക സ്വഭാവമുള്ളതാണ്, അക്കാര്യം വെളിപ്പെടുത്താൻ കഴിയില്ല. തുടർന്ന് ഈ 228 ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ ചോദിച്ചെങ്കിലും അത് നൽകാൻ കഴിയില്ല, ഉത്തരസൂചിക ചോദിച്ചെങ്കിലും അത് നൽകാൻ കഴിയില്ല, അതൊക്കെ രഹസ്യ സ്വഭാവമാണെന്നുള്ള നിലപാടാണ് PSC സ്വീകരിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ കമ്മീഷൻ അംഗങ്ങൾക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായം ഉയർന്നതോടുകൂടിയാണ് ഇപ്പോൾ നിലവിൽ ഈ ഉത്തരക്കടലാസുകളും ഉത്തരസൂചികയും ക്രൈംബ്രാഞ്ചിന് നേരിട്ട് കൈമാറാൻ കഴിയില്ലെങ്കിലും ക്രൈംബ്രാഞ്ച് സംഘത്തിന് PSC ആസ്ഥാനത്തെത്തി ഈ 228 ഉദ്യോഗാർത്ഥികളുടെയും ഉത്തരക്കടലാസുകൾ പരിശോധിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയത്. കൂടാതെ ക്രൈംബ്രാഞ്ച് സംഘം ആവശ്യപ്പെട്ട ഈ 3 തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം മുതൽ അഡ്വൈസ്, നിയമന ശുപാർശ അയച്ചതുവരെയുള്ള ഓരോരോ ഘട്ടങ്ങളും ഈ ഉത്തരക്കടലാസുകൾ, ഈ മാർക്ക് ഷീറ്റുകൾ ഏതൊക്കെ വകുപ്പുകളിലേക്ക്, ഏതൊക്കെ സെക്ഷനുകളിലേക്ക്, ഏതൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തേക്ക് പോയി എന്നുള്ള വിവരങ്ങളും കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രത്യേക ദൂതൻ വഴിയാണ് PSC ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് ഈ വിവരങ്ങൾ കൈമാറിയത്. അതേസമയം ഉത്തരക്കടലാസുകളും ഉത്തരസൂചികകളും പരിശോധിക്കണമെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം PSC ആസ്ഥാനത്ത് വന്നിരുന്നത് പരിശോധിച്ചിട്ട് തിരികെ നൽകണമെന്നുള്ളതാണ് PSCയുടെ നിലപാട്. സനീഷ്.